അതെ, ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു പുത്തൻ ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. പുതിയതായിട്ടൊരു ആപ്പ് നമ്മുടെ മൊബൈലിലെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു തീരുമാനമെടുത്തു. സഞ്ചാർ സാത്തി എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പം ആ ആപ്പ് ഇറങ്ങി സർക്കാർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ 1.5 കോടി പേര് അത് സ്വന്തം മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ആ ആപ്പ് നമ്മുടെ സ്വകാര്യത ഇല്ലാതാക്കുന്ന ആപ്പാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം കുറച്ച് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് അത് ലോക്സഭയിൽ തന്നെ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അത് സർക്കാർ പിൻവലിക്കുകയാണ് ചെയ്തത്. ആ ആപ്പ് കൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ മുന്നേ കണ്ട് ആപ്പിളിൻ്റെ കമ്പനി തന്നെ അതിന് എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിരുന്നു. ആ ആപ്പ് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് മെസ്സേജ് അയക്കാനോ നമുക്ക് മറ്റുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഒരു ഭയം കൊണ്ടാണ് രണ്ടാമത്തെ കാരണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അതിനകത്തുണ്ട്. നമ്മൾ എന്തൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി മെസ്സേജുകൾ കൈമാറുന്നു, അതേ കണക്ക് തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് എന്താണ്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള എല്ലാം സുതാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടാണ് ഇതെല്ലാം ചെയ്തത്. സർക്കാർ ഇതിനെ ഉദ്ദേശം വെച്ച ഒരേ ഒരു കാരണം കൊണ്ടാണ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ആപ്പ് എല്ലാ മൊബൈലുകളിലും മാധ്യമങ്ങളിലും എല്ലാം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ രാജ്യവിരുദ്ധമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ, അതിനെതിരെയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്തത്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ ആപ്പ് വികസിപ്പിച്ചെടുത്തത് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റിയത്. എന്തായാലും മറ്റുള്ളവരുടെ സ്വകാര്യത ലംഘിച്ചുകൊണ്ട് തന്നെ എന്ത് തന്നെയുള്ള ഒരു കാര്യങ്ങളായാലും വേണ്ട എന്നുള്ള ഒരു ഉറച്ച തീരുമാനം കൊണ്ട് തന്നെ ആ ആപ്പ് നിലവിൽ വരുത്തില്ല എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് നമുക്ക് ഉടനെ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ആപ്പ് വരുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? പക്ഷേ അങ്ങനൊരു ആപ്പ് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചും കൂടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കൊണ്ടുവന്നാലും നല്ലതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെന്ന് വെച്ചാൽ രാജ്യസുരക്ഷ അത് വലിയൊരു പ്രശ്നമാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിലൊന്നാണ് രാജ്യസുരക്ഷ. കാരണം മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ആപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം വെക്കുന്നത് വളരെ നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ കുറച്ച് പോരായ്മകളും കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഒരു നല്ല സൈഡ് അതിനകത്ത് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. എന്തു തന്നെ ആയാലും അത് തൽക്കാലത്തേക്ക് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ട